തലസ്ഥാനമായ പാരീസിലെ ആകാശം കറുത്ത പുകയാൽ മൂടപ്പെട്ട ഒരു ഭീതിജനകമായ ദിനമായിരുന്നു കടന്നുപോയത്. ഫ്രാൻസിലെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വിമാനത്താവളമായ ചാൾസ് ഡി ഗല്ലിന് തൊട്ടടുത്തുള്ള വ്യവസായ മേഖലയിലുണ്ടായ അതിഭീകരമായ തീപിടുത്തം പാരീസിനെ അക്ഷരാർത്ഥത്തിൽ മുൾമുനയിൽ നിർത്തി. വിമാനത്താവളത്തിന് തൊട്ടടുത്തായതിനാൽ തന്നെ ഇതൊരു ഭീകരാക്രമണമാണോ അതോ വലിയൊരു സ്ഫോടനമാണോ എന്ന സംശയം തുടക്കത്തിൽ വലിയ പരിഭ്രാന്തി പടർത്തി. നഗരത്തിലെ പ്രശസ്തമായ ഒരു ബ്രെഡ് പേസ്ട്രി ഫാക്ടറിയുടെ ഗോഡൌണിലാണ് ആദ്യം തീപിടുത്തമുണ്ടായത്. കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ തീ പടർന്നു പിടിക്കുകയും കെട്ടിടത്തെ പൂർണ്ണമായും വിഴുങ്ങുകയുമായിരുന്നു. പാരീസ് മേഖലയുടെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും കാണാൻ കഴിയുന്ന രീതിയിൽ കിലോമീറ്ററുകളോളം ഉയരത്തിലാണ് കറുത്ത പുകപടലങ്ങൾ ആകാശത്തേക്ക് ഉയർന്നത്. ഇത് വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുമോ എന്ന ആശങ്ക അധികൃതരെ വേഗത്തിൽ നടപടിയെടുക്കാൻ പ്രേരിപ്പിച്ചു. സംഭവം നടന്ന ഉടൻ തന്നെ പാരീസിലെ ഫയർഫോഴ്സും എമർജൻസി യൂണിറ്റുകളും സ്ഥലത്തേക്ക് കുതിച്ചെത്തി. ഫ്രാൻസിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമായതിനാൽ തന്നെ സുരക്ഷാ സംവിധാനങ്ങൾ അതീവ ജാഗ്രതയിലായിരുന്നു. തീപിടുത്തം നടന്ന സ്ഥലത്ത് നിന്നുള്ള ദൃശ്യങ്ങൾ യുദ്ധസമാനമായ അന്തരീക്ഷമാണ് അവിടെ നിലനിന്നിരുന്നതെന്ന് വ്യക്തമാക്കുന്നു. ആകാശം മുട്ടയുയർന്ന തീജ്വാലകളും കിലോമീറ്ററുകളോളം വ്യാപിച്ച കറുത്ത പുകയും പാരീസ് നഗരവാസികളിൽ വല്ലാത്തൊരു ഭീതി ഉണ്ടാക്കി. യൂറോപ്പിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യോമയാന കേന്ദ്രങ്ങളിലൊന്നാണ് ചാൾസ് ഡി ഗല്ലി. അതുകൊണ്ട് തന്നെ വിമാനത്താവളത്തിന് സമീപം ഉണ്ടാകുന്ന ചെറിയൊരു തീപിടുത്തം പോലും ആഗോളതലത്തിൽ വ്യോമഗതാഗതത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. പുകപടലങ്ങൾ റൺവേയിലെ കാഴ്ചാപരിധിയെ ബാധിക്കുമോ എന്നതായിരുന്നു അധികൃതരുടെ ഏറ്റവും വലിയ പേടി. എന്നാൽ പുക വിമാനത്താവളത്തിന്റെ റൺവേകളിലേക്ക് നേരിട്ട് എത്താതിരിക്കാൻ കാറ്റിന്റെ ദിശ സഹായകരമായത് വലിയൊരു ദുരന്തമാണ് ഒഴിവാക്കിയത്. ഫാക്ടറിക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന രാസവസ്തുക്കളും പാക്കേജിംഗ് സാമഗ്രികളുമാണ് തീ ഇത്ര വേഗത്തിൽ പടരാൻ കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. തുടർച്ചയായ സ്ഫോടന ശബ്ദങ്ങൾ ഫാക്ടറിക്കുള്ളിൽ നിന്ന് കേട്ടിരുന്നതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. ഇത് സമീപവാസികളെയും വ്യവസായശാലകളിൽ ജോലി ചെയ്യുന്നവരെയും പരിഭ്രാന്തിയിലാക്കി. സ്ഫോടനത്തിന് സമാനമായ ശബ്ദം കേട്ടതോടെ ആളുകൾ തെരുവുകളിലേക്ക് ഇറങ്ങി ഓടുകയായിരുന്നു. അഗ്നിശമന സേനയുടെ ഡസൻ കണക്കിന് യൂണിറ്റുകൾ മണിക്കൂറുകളോളം പരിശ്രമിച്ചാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. വിമാനത്താവളത്തിന്റെ സുരക്ഷ മുൻനിർത്തി അധികൃതർ പ്രദേശത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. പരിഭ്രാന്തരായ യാത്രക്കാരെയും പ്രദേശവാസികളെയും ശാന്തരാക്കാൻ പോലീസ് പ്രത്യേക അറിയിപ്പുകൾ നൽകി. ഭാഗ്യവശാൽ ഈ വലിയ ദുരന്തത്തിൽ ഇതുവരെ ആർക്കും ജീവഹാനി സംഭവിച്ചതായി റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടില്ല എന്നത് വലിയ ആശ്വാസമാണ്. എങ്കിലും തീപിടുത്തമുണ്ടാക്കിയ സാമ്പത്തിക നഷ്ടം വളരെ വലുതാണ്. പാരീസ് മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷ്യ ഉൽപാദന കേന്ദ്രമായിരുന്നു ഈ ഫാക്ടറി. വടക്കൻ പാരീസിലെ വ്യവസായ മേഖലയെ ആകെ സ്തംഭിപ്പിച്ച ഈ അപകടം വരും ദിവസങ്ങളിൽ വിമാനത്താവളത്തിന്റെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കാരണമായേക്കും. വിമാനത്താവളത്തിന് ഇത്രയും അടുത്തുള്ള കെട്ടിടങ്ങളിൽ അഗ്നിസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കടുത്ത അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. തീ പൂർണ്ണമായും അണച്ച ശേഷവും പ്രദേശം കനത്ത പുകയാൽ മൂടിക്കിടക്കുകയാണ്. വായുമലിനീകരണം സംബന്ധിച്ച ആശങ്കയുള്ളതിനാൽ അടുത്തുള്ള താമസക്കാരോട് ജനലുകളും വാതിലുകളും അടച്ചിടാൻ അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. അന്തരീക്ഷത്തിലെ പുകയുടെ അളവ് പരിശോധിക്കാൻ പ്രത്യേക സംഘത്തെയും നിയോഗിച്ചു. വിമാനത്താവളത്തിലേക്കുള്ള റോഡുകളിൽ ഇപ്പോഴും കനത്ത ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ സംഭവം പാരീസ് വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങളെ നേരിട്ട് തടസ്സപ്പെടുത്തിയില്ലെങ്കിലും വിമാനയാത്രക്കാർക്ക് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യാത്രക്കാർ കൃത്യസമയത്ത് എയർപോർട്ടിൽ എത്തണമെന്നും ഗതാഗത തടസ്സങ്ങൾ കണക്കിലെടുക്കണമെന്നും അധികൃതർ അറിയിച്ചു. സുരക്ഷാ ഉദ്യോഗസ്ഥർ വിമാനത്താവളത്തിന് ചുറ്റും പട്രോളിംഗ് ശക്തമാക്കിയിരിക്കുകയാണ്. തീപിടുത്തത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താൻ ഫ്രഞ്ച് അധികൃതർ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഷോർട്ട് സർക്യൂട്ട് ആണോ അതോ മറ്റെന്തെങ്കിലും അട്ടിമറി സാധ്യതയുണ്ടോ എന്ന കാര്യവും പരിശോധിക്കും. വ്യവസായ മേഖലകളിൽ ഇത്തരം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശനമായ സുരക്ഷാ ഓഡിറ്റിംഗിന് സർക്കാർ ഉത്തരവിട്ടു. പാരീസ് നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നിന്ന് വളരെ അകലെയല്ലാത്ത ഈ പ്രദേശം ഫ്രാൻസിന്റെ സാമ്പത്തിക നാടി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ അപകടം വാർത്താ മാധ്യമങ്ങളിൽ വലിയ പ്രാധാന്യത്തോടെയാണ് വരുന്നത്. വിദേശ സഞ്ചാരികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് ആളുകൾ എത്തുന്ന ചാൾസ് ഡി ഗല്ലി വിമാനത്താവളത്തിന് സമീപത്തെ ഇത്തരം സുരക്ഷാ വീഴ്ചകൾ ഗൗരവകരമായാണ് ഫ്രഞ്ച് സർക്കാരും കാണുന്നത്. തീപിടുത്തമുണ്ടായ ഫാക്ടറിയിൽ അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ പ്രവർത്തിച്ചിരുന്നോ എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. അടുത്തുള്ള മറ്റു വ്യവസായശാലകളിലേക്ക് തീ പടരാതിരുന്നത് അഗ്നിശമന സേനയുടെ സംയോജിതമായ ഇടപെടൽ മൂലമാണ്.
സമാനമായ രീതിയിൽ വിമാനത്താവളത്തിന്റെ കാർഗോ വിഭാഗങ്ങൾക്കും മറ്റ് സാങ്കേതിക കേന്ദ്രങ്ങൾക്കും ഭീഷണിയുണ്ടോ എന്ന് അധികൃതർ വിലയിരുത്തുന്നു. ഫ്രാൻസിലെ പ്രധാനപ്പെട്ട ഏവിയേഷൻ ഹബ്ബുകളിലൊന്നായ ഇവിടം സുരക്ഷിതമാണെന്ന് അധികൃതർ ഉറപ്പു നൽകിയിട്ടുണ്ട്. എന്നാൽ ജനങ്ങൾക്കിടയിലുണ്ടായ ഭീതി പൂർണ്ണമായും മാറിയിട്ടില്ല. കറുത്ത പുക ആകാശത്ത് തങ്ങി നിൽക്കുന്നത് വായുഗതാഗതത്തെ ബാധിക്കുമോ എന്ന സംശയം ചില എയർലൈൻ കമ്പനികൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇതിനെ തുടർന്ന് വിമാനങ്ങളുടെ ലാൻഡിങ്ങും ടേക്ക് ഓഫും നിരീക്ഷിക്കാൻ പ്രത്യേക സംഘത്തെയും നിയോഗിച്ചു. യൂറോപ്പിലെ തന്നെ ഏറ്റവും തിരക്കേറിയ വ്യോമപാതകളിലൊന്നാണ് പാരീസിന്റേത്. അവിടെ ഉണ്ടായ ഈ അഗ്നിബാധ ഒരു മുന്നറിയിപ്പായി കണക്കാക്കണമെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. വലിയ വിമാനത്താവളങ്ങൾക്ക് ചുറ്റുമുള്ള വ്യവസായ മേഖലകളിൽ അതീവ ജാഗ്രത ആവശ്യമാണെന്ന് ഈ സംഭവം തെളിയിക്കുന്നു. വരും ദിവസങ്ങളിൽ പാരീസിലെ ഈ വ്യവസായ മേഖലയിൽ കൂടുതൽ സുരക്ഷാ പരിശോധനകൾ നടക്കും. ആശങ്കയുടെ നിമിഷങ്ങൾ പിന്നിടുമ്പോൾ വലിയൊരു ദുരന്തം ഒഴിവായതിന്റെ ആശ്വാസത്തിലാണ് പാരീസ് നഗരം. ഫാക്ടറിയിലെ നാശനഷ്ടങ്ങൾ കണക്കാക്കാൻ ഇൻഷുറൻസ് കമ്പനികളുടെ പ്രതിനിധികൾ സ്ഥലത്തെത്തിയിട്ടുണ്ട്. വിമാനത്താവളത്തിന്റെ പ്രവർത്തനം സാധാരണ നിലയിലാണെന്ന് അറിയിപ്പുകൾ വരുമ്പോഴും പുകമൂടിയ ആകാശം പാരീസ് നിവാസികളിൽ ഭീതിയുടെ ഓർമ്മയായി നിലനിൽക്കുകയാണ്. അന്വേഷണ റിപ്പോർട്ട് പുറത്തു വരുന്നതോടെ മാത്രമേ തീപിടുത്തത്തിന്റെ പിന്നിലെ യഥാർത്ഥ ചിത്രം വ്യക്തമാകൂ. താൽക്കാലികമായി ഉണ്ടായ ഈ സ്തംഭനം ഫ്രാൻസിന്റെ വ്യോമയാന മേഖലയെ വലിയ തോതിൽ ബാധിച്ചിട്ടില്ല എന്നത് അധികൃതരുടെ വിജയമാണ്. എങ്കിലും സുരക്ഷാ മാനദണ്ഡങ്ങൾ കൂടുതൽ കർശനമാക്കാനുള്ള തീരുമാനത്തിലാണ് സർക്കാർ. ലോകത്തെമ്പാടുമുള്ള മാധ്യമങ്ങൾ ഈ വാർത്തയെ വലിയ ഗൗരവത്തോടെയാണ് റിപ്പോർട്ട് ചെയ്തത്. വിമാനത്താവളത്തിന് സമീപത്തെ ഇത്തരം അപകടങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയായിട്ടുണ്ട്. പാരീസിലെ ഈ തീപിടുത്തം ആഗോള വ്യോമയാന സുരക്ഷാ ചർച്ചകളിൽ ഒരു പുതിയ പാഠമായി മാറും. വരും മണിക്കൂറുകളിൽ അധികൃതർ നൽകുന്ന ഔദ്യോഗിക വിശദീകരണത്തിനായി കാത്തിരിക്കുകയാണ് ലോകം. ഇനിയൊരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കുമെന്ന് ഫ്രഞ്ച് സിവിൽ ഏവിയേഷൻ അധികൃതർ വ്യക്തമാക്കി. വിമാനത്താവളത്തിന് ചുറ്റുമുള്ള നിരോധിത മേഖലകളിൽ ഇത്തരം ഫാക്ടറികളുടെ പ്രവർത്തനം പുനർവിചിന്തനം ചെയ്യണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. പാരീസിന്റെ ആകാശത്ത് നിന്ന് കറുത്ത പുക മായുന്നതുവരെ ജാഗ്രത തുടരും. ഒരു ജനതയെ ആകെ മുൾമുനയിൽ നിർത്തിയ മണിക്കൂറുകൾക്കപ്പുറം പാരീസ് വീണ്ടും സാധാരണ നിലയിലേക്ക് മടങ്ങുകയാണ്. എങ്കിലും വിമാനത്താവള പരിസരത്തെ ആ പുകച്ചുരുളുകൾ നൽകുന്ന സുരക്ഷാ പാഠങ്ങൾ അത്ര വേഗം മറക്കാനാവില്ല. വരും ദിവസങ്ങളിൽ പാരീസ് മേഖലയിലെ വ്യവസായ സുരക്ഷാ നിയമങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം.